ജയിലിൽ നിന്നിറങ്ങിയ ശേഷം ആൽവസ് ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കുവാനാണ് തിരിച്ചത്. പോർച്ചുഗീസ് ഗവൺമെന്റിന്റെ പണം പ്രിന്റ് ചെയ്യുവാനുള്ള കോൺട്രാക്റ്റാണ് ഉണ്ടാക്കേണ്ടത്. പതിവ് പോലെ തന്നെ അയാൾ ആ ഡോക്യുമെന്റ് വൃത്തിയായി തന്നെ ഉണ്ടാക്കി. എന്നാൽ പിന്നീട് ആലോചിച്ചപ്പോഴാണ് ആൽവസിനത് മനസ്സിലായത്. ഞാൻ ഇതുവരെ ചെയ്ത കോളേജ് സർട്ടിഫിക്കറ്റുകൾ പോലെ അല്ല ഇത്. വളരെയധികം സെൻസിറ്റീവാണ്. കുറച്ച് ഒഫീഷ്യൽസിന്റെ ഒപ്പുകളും സീലുകളും ആവശ്യമാണ്. എന്നാൽ മാത്രമേ കോൺട്രാക്റ്റിന് ഒരു വിശ്വാസ്യത വരൂ. ശേഷം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനുമായി ഒരു സൗഹൃദം കൃത്യമായ പ്ലാനിങ്ങിലൂടെ ഉണ്ടാക്കിയെടുത്തു. ഉദ്യോഗസ്ഥന് ആൽവസിനെ കണ്ണടച്ച് വിശ്വസിക്കാമെന്ന അവസ്ഥയിലെത്തി. തന്റെ സുഹൃത്തിനെ സഹായിക്കാൻ കിട്ടിയ ആദ്യത്തെ അവസരം ആ ബാങ്ക് ഉദ്യോഗസ്ഥൻ വെറുതെ കളഞ്ഞില്ല. വായിച്ചു പോലും നോക്കാതെ എല്ലാ ഡോക്യുമെന്റുകളും അയാൾ അറ്റസ്റ്റ് ചെയ്തു കൊടുത്തു. തന്റെ സുഹൃത്തിന്റെ ആ ചിരിച്ച കണ്ണുകളിലെ യഥാർത്ഥ രൂപത്തെ പോലെ ഡോക്യുമെന്റുകൾക്കുള്ളിലെ യഥാർത്ഥ ഡോക്യുമെന്റിനെ ഉദ്യോഗസ്ഥൻ കണ്ടില്ല. തന്റെ ഇതേ ആയുധം തന്നെ ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ് എന്നീ 3 രാജ്യങ്ങളിലെ എംബസി ഉദ്യോഗസ്ഥന്മാർക്ക് നേരെയും ആൽവസ് പ്രയോഗിച്ചു. അങ്ങനെ തന്റെ വലിയ ഒരു ജോലി പൂർത്തിയായി. ഇനി ഒരൊറ്റ ഒപ്പിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇതുവരെ പയറ്റിയതൊന്നും ഇനി നടക്കില്ല. കാരണം ആ ഒപ്പ് രാജ്യത്തിന്റെ ഗവർണറുടേതായിരുന്നു. സുഹൃത്തു ബന്ധം പോയിട്ട് ഒന്ന് കാണുവാൻ പോലും പറ്റില്ല എന്ന് ആൽവസിന് മനസ്സിലായി. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അയാൾക്കൊരു ഉത്തരം ലഭിച്ചില്ല. ഇതുവരെ താൻ ഉണ്ടാക്കിയ പ്ലാനിങ്ങും എടുത്ത റിസ്ക്കും വെറുതെയായി പോകുമോ എന്ന ചിന്ത അയാളുടെ ശരീരമാകെ തളർത്തി. ഈ പ്രൊജക്റ്റ് ക്യാൻസൽ ചെയ്യുക. കാരണം ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അങ്ങനെ മനസ്സോടെ താൻ ഉണ്ടാക്കിയ ആ ഡോക്യുമെന്റ് നശിപ്പിക്കാൻ തീരുമാനിച്ചു. കീറിക്കളയുന്നതിനേക്കാളും സേഫ് കത്തിച്ച് കളയുന്നതാണെന്ന് അയാൾക്ക് തോന്നി. അങ്ങനെ ഒരു തീപ്പെട്ടി വാങ്ങുവാനായി അയാൾ കടയിലേക്ക് പോയി. തന്റെ പേഴ്സിലെ പൈസ എടുത്ത് കടക്കാരന് കൊടുക്കുമ്പോഴാണ് ആ കാഴ്ച ആൽവസിന്റെ കണ്ണിൽപ്പെട്ടത്. അയാളുടെ കണ്ണുകളെ അയാൾക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. താൻ ഇതുവരെ അന്വേഷിച്ച് നടന്ന ഉത്തരം തന്റെ ഉള്ളം കൈയിൽ. അതുകൊണ്ട് തന്നെ തിരിച്ച് ഗ്യാരേജിലേക്ക് നടന്നു പോകാൻ അയാളുടെ കാലുകൾക്ക് കഴിഞ്ഞില്ല. ആൽവസ് പറക്കുകയായിരുന്നു. പോർച്ചുഗീസ് ഗവൺമെന്റ് അതീവ രഹസ്യമായി നടത്തുന്ന ഒരു പ്രൊജക്റ്റാണിത്. നിരവധി രാഷ്ട്രീയ കൊമ്പന്മാർ ഇതിനു പുറകിലുണ്ട്. ജീവൻ പോയാലും ഈ വിവരം പുറത്തേക്ക് പോകരുത്. പ്രത്യേകിച്ച് പൊതുജനം. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ പ്രൊജക്റ്റ് ഞാൻ വിശദീകരിക്കാം. തനിക്കൊറ്റയ്ക്ക് ഈ പ്രൊജക്റ്റ് കൊണ്ടുപോവുക എളുപ്പമല്ല എന്ന് ആൽവസിന് അറിയാമായിരുന്നു. സമൂഹത്തിൽ ഉന്നത തലത്തിൽ ഇരിക്കുന്നവരെ തന്നെ ഇതിനായി അയാൾ തെരഞ്ഞെടുത്തു. ഡച്ച് ട്രേഡറായ കാർൽ മറങ്, ജർമ്മൻ ട്രേഡറായ അഡോൾഫ് ഹെന്നേസ്, പോർച്ചുഗീസ് അംബാസഡറുടെ സഹോദരനായ ജോസ് ബെൻസൈറ. അങ്ങനെ അവർ 3 പേരും പ്രൊജക്റ്റിൽ പങ്കാളികളായി. ഡച്ച് ട്രേഡറായ കാർലിനാണ് പ്രിന്റിംഗ് കമ്പനിയുമായി ബന്ധപ്പെടേണ്ട ജോലി കിട്ടിയത്. ബ്രിട്ടനിലുള്ള ഒരു കമ്പനിയായിരുന്നു അത്. എന്നാൽ പ്രിന്റിംഗ് ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപാണ് ഓഫീസിലെ ഉദ്യോഗസ്ഥന്റെ കണ്ണിൽ അത് പെട്ടത്. ഒരു രാജ്യവും ഒരേ സീരിയൽ നമ്പർ വെച്ച് 2 നോട്ട് ഇറക്കില്ല എന്ന് കമ്പനിക്ക് അറിയാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഉടനെ തന്നെ പോർച്ചുഗീസ് ബാങ്കിൽ നിന്നും ഒരു ഒഫീഷ്യൽ കത്ത് പ്രിന്റിംഗ് കമ്പനിയിലെത്തി. ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന പോർച്ചുഗീസ് കോളനിയായ അങ്കോളയിലേക്കാണ് ഈ നോട്ടുകൾ പോകുന്നത്. മാത്രവുമല്ല, നോട്ടുകൾ ആദ്യം പോർച്ചുഗീസിലെത്തിയ ശേഷം അങ്കോളയുടെ ഒരു സീലും നോട്ടുകളിൽ അടിക്കും. അങ്കോളയിൽ മാത്രമേ അവ ഉപയോഗിക്കുവാൻ കഴിയൂ. ഇതുകൊണ്ട് തന്നെ സീരിയൽ നമ്പർ ഇവിടെ പ്രശ്നമാകുന്നില്ല. കാർലും പ്രിന്റിംഗ് കമ്പനിയും ആൽവസിന്റെ ആ ഒരു ഒഫീഷ്യൽ കത്തിൽ വീണു. അങ്ങനെ അവസാനം കമ്പനി പണം പ്രിന്റ് ചെയ്യുവാൻ ആരംഭിച്ചു. ആൽവസിൽ ഒരു പ്രത്യേകതരം ആനന്ദം ഇരച്ചു കയറി. ദിവസവും ആൽവസ് പ്രിന്റിംഗ് പ്രസ്സിലേക്ക് വരുവാൻ തുടങ്ങി. പണം പ്രിന്റ് ചെയ്യുന്ന ആ ശബ്ദം അയാളിൽ ഒരു ലഹരിയായി മാറി. $2,500,000 നോട്ടുകൾ കമ്പനി പുറത്തിറക്കി. ഏകദേശം 100 മില്യൺ പോർച്ചുഗീസ് പണം. വർക്ക് കഴിഞ്ഞ ശേഷം പണം ബ്രിട്ടനിൽ നിന്നും പോർച്ചുഗീസിലേക്ക് അവരെത്തിച്ചു. 25% ആൽവസിന്റെ വിഹിതം. തന്റെ പണം അയാൾ സ്വർണവും വിദേശ കറൻസിയുമാക്കി മാറ്റി. സ്ഥലങ്ങൾ, കെട്ടിടങ്ങൾ, നിരവധി പുതിയ സംരംഭകർ ജനിച്ചു. പുതിയ ജോലികൾ ജനിച്ചു. പുതിയ വരുമാന മാർഗങ്ങൾ ജനിച്ചു. പോർച്ചുഗീസ് എന്ന രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ആൽവസും കൂട്ടരും സ്പർശിച്ചു.